നമുക്ക് അധികം കോംപ്ലക്സ് ആക്കുന്നില്ല, നമുക്ക് പ്രാഥമികമായിട്ട് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടേ അല്ലെ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഒരു പല്ല്, ആ പല്ലിന്റെ ഒരു പല്ലാണ് ഇവിടെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പല്ലിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഏതാണ്? ഏറ്റവും പുറമേ ഉള്ളതാണ് ഇനാമൽ എന്ന് പറഞ്ഞിട്ടുള്ളത്, അകത്തുള്ളതാണ് ഡെൻഡൈൻ, പിന്നെയാണ് പൾപ്പ്, ഏറ്റവും അവസാനമാണ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇനാമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പല്ലിന്റെ വലിയൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിലെ ഹാർഡസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പല്ലിലാണ് ഉള്ളത്. ഏതാണ് ആ ഹാർഡസ്റ്റ് മെറ്റീരിയൽ, അതായത് ഏറ്റവും കട്ടി കൂടിയിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് ഏതാണത്? ഇനാമൽ ആണ് അല്ലെ. ഇനാമൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അപ്പം ഈ കാണുന്നതാണ്, ഈ ഒരു വൈറ്റ് ആയിട്ട് കാണുന്നതാണ് ഇനാമൽ എന്ന് പറയുന്നത്. അപ്പം ഇത് എന്തിന് പ്രൊട്ടക്ഷനാണ് തരുന്നത് അല്ലെ. നമ്മൾ എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഈ ഫേഷ്യൽ മസിൽസ് ആണ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലെ. ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ചവയ്ക്കുന്നുണ്ട്, എപ്പോഴും മൂവ്മെന്റ്സിലായിട്ടാണ് വരുന്നത് അല്ലെ. അപ്പം ഈ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് നമ്മളുടെ ഇനാമൽ എന്ന് പറയുന്നത് തരുന്നത്. അതിന്റെ അകത്തുള്ളതാണ് ഡെൻഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മഞ്ഞ കളറിൽ ഇതാണ് ഡെൻഡൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഡെൻഡൈന് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഡെൻഡൈൻ എന്ന് പറയുന്നത്. ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇത്, വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെൻസിറ്റിവിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഇവിടത്തേക്ക് ബാധിക്കുമ്പോൾ, ഈ ഡെൻഡൈനിലേക്ക് ബാധിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നത്, സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് സെൻസിറ്റിവിറ്റി ഒക്കെ നമുക്ക് കൂടുതലായിട്ടും നോക്കാം. മൂന്നാമത്തെ പാർട്ടാണ് പൾപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പൾപ്പിലാണ് ഒരുപാട് സോഫ്റ്റ് ടിഷ്യൂസും നെർവ്സും ബ്ലഡ് സപ്ലൈയും ഒക്കെ ഉള്ളത്. പിന്നെയാണ് റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേര്, അതിനെ ജോവുമായിട്ട് അറ്റാച്ച് ചെയ്ത് അല്ലെ, ഉറപ്പുള്ളതാക്കിയിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തുന്നതാണ് റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഇനാമലില് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? 97% അടങ്ങിയിട്ടുള്ളതാണ് കാൽഷ്യം ആണ്. കാൽഷ്യം ഫോസ്ഫേറ്റ് നിങ്ങൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. കാൽഷ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, പല്ലുകളെ പറ്റിയിട്ടൊന്ന് നോക്കാം അല്ലെ. ഇപ്പൊ നമ്മൾ പല്ലുകളുടെ എത്രയൊക്കെയാണ് പല്ലിന്റെ പാർട്സ് എന്നുള്ളത് നോക്കി. ഇനി പല്ലുകളിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ടീത്ത് ആണ് എന്നുള്ളത് നോക്കാം. ഒരു മനുഷ്യന് എത്ര പല്ലാണുള്ളത്? സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ്? നിന്റെ 32 പല്ലും അടിച്ചു പരത്തും എന്ന് പറയും അല്ലെ, അടിച്ചു തെറിപ്പിക്കും എന്ന് പറയും അല്ലെ. എത്ര പല്ലാണ്? 32 പല്ലാണ് അല്ലെ ഒരു മനുഷ്യനുള്ളത്. 32 പല്ലാണ്. അതിൽ തന്നെ 4 തരത്തിലുള്ളതാണ് പല്ലുകൾ ഉള്ളത്. ഏതൊക്കെയാണ്? ഇൻസിസേഴ്സ്, കാനൈൻസ്, പ്രീമോളാർ, മോളാർ എന്ന് പറഞ്ഞ പേര് ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്തൊക്കെയാണ് 4 തരത്തിലുള്ളതാണ് പല്ലിന്റെ പാർട്ട് എന്ന് പറയുന്നത്, പല്ലിന്റെ ഭാഗം എന്ന് പറയുന്നത്. 4 തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല്ലുകളുണ്ട്. ആ 4 തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല്ലുകളും 4 തരത്തിലുള്ള കർമ്മങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ആദ്യത്തേതായിട്ടുള്ളതാണ് ഇൻസിസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതാണ് കട്ട് ചെയ്യാനായിട്ടുള്ളതാണ്, മുറിക്കാനായിട്ട് സഹായിക്കുന്ന പല്ലാണ് ഈ ഇൻസിസർ എന്ന് പറയുന്നത്. അത് എവിടെയാണുള്ളത്? നമ്മുടെ ഈ 4 പല്ല്, ഏറ്റവും താഴെയുള്ള 4 പല്ലും അതേപോലെ മുകളിലത്തെ 4 പല്ലും. അപ്പൊ ടോട്ടൽ എത്രയാണ്? 8 പല്ലുകളാണ് ഇൻസിസർ ഗ്രൂപ്പിൽ വരുന്നത്. അതിനുശേഷമുള്ളതാണ് കാനൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം. ഇതാണ് കാനൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എത്രയുണ്ട്? ഈ പറയുന്ന 4 ഇൻസിസർ, ഈ 4 പല്ലുകളുടെ അടുത്തായിട്ട് ഉള്ള 2 എണ്ണമാണ്, അപ്പുറവും ഇപ്പുറവും ഉള്ളതാണ് കാനൈൻസ് എന്ന് പറയുന്നത്. അത് എത്രയുണ്ട്? മുകളില് 2, താഴെ 2, അങ്ങനെ ടോട്ടൽ 4. പിന്നെ ഉള്ളതാണ് മോളാർ പല്ലുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എത്രയാണുള്ളത്? 4 എണ്ണം. 2 എണ്ണം ഇവിടെ, 2 എണ്ണം ഇവിടെ മേളിൽ, അങ്ങനെ താഴെയും മുകളിലുമായിട്ടും 4 ഉം 4 ഉം 8 പല്ലുകളാണ് ഉള്ളത്. അടുത്തതാണ് മോളാർ എന്ന് പറയുന്ന ടീത്ത്. അത് ടോട്ടല് എന്താണ്? പ്രൈമറി മോളാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് തേർഡ് മോളാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ടോട്ടൽ ആ മോളാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മോളാർ ടീത്ത് ആണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 32 പല്ലുകളാണ് ഉള്ളത്. ഓക്കെ, മോളാർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അണപ്പല്ല് എന്ന് പറയൂലേ, നമ്മളുടെ ആ ഒരു പല്ലിന്റെ ഏറ്റവും എന്താണ് ബാക്കിലായിട്ടുള്ളതാണ് ഈ പറയുന്ന മോളാർ പല്ലുകൾ. ഇതിന് ഓരോന്നിനും ഓരോരോ കർമ്മങ്ങളാണ്. ആദ്യത്തെ മുൻനിരയിലുള്ളത് കട്ട് ചെയ്യാനായിട്ട്, അടുത്തതായിട്ടുള്ളത് അടുത്ത പല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ചീന്തി എടുക്കാനായിട്ട്, ടിയർ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഏറ്റവും ബാക്കിലുള്ളത് ഗ്രൈൻഡിങ് പർപ്പസ് ആണ്, അല്ലെ? അരയ്ക്കാൻ, ചവച്ച് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മമാണ്. ഇങ്ങനെ ഓരോന്നിലും ഓരോരോ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ വായ്ക്കകത്ത് വായുടെ സംരക്ഷണം ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? പറയും, നമ്മുടെ വായാണ്, നമ്മുടെ ഓറൽ ഹെൽത്ത് ആണ് ഒരു മിറർ ടു ഓൾ യുവർ ഓവറോൾ ഹെൽത്ത് എന്ന് പറയും. അതായത് ഒരു കണ്ണാടിയാണ്, നിങ്ങളുടെ ശരീരത്തിലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് എന്ന് കാണിക്കുന്ന ഒരു കണ്ണാടിയാണ് നിങ്ങളുടെ വായ, അല്ലെങ്കിൽ വായ്ക്കകത്തുള്ള ഇപ്പൊ പല്ല്, നാക്ക് തുടങ്ങിയവയിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വായിൽ മാത്രം നിലനിൽക്കുന്നതല്ല, നിങ്ങളുടെ ശരീരത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലും കൂടി അതിന് സ്വാധീനം ചെലുത്താനായിട്ട് സഹായിക്കും. അത്രയും കെൽപ്പുള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത്രയധികം പ്രാധാന്യമാണ് നമ്മുടെ ഓറൽ ഹെൽത്തിൽ, വായുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം കെയർ കൊടുക്കണം. ഈ വായില് 500 മുതൽ 600 വരെയാണ് ബാക്ടീരിയാസ്, ശരാശരി ഒരു ആവറേജ് എമൗണ്ട് പറയുകയാണെങ്കിൽ. ഇതിൽ കുറെ നല്ല ബാക്ടീരിയാസ് ആണ്, മോശം ബാക്ടീരിയാസും ഉണ്ട്. അപ്പം ഇനി ഒരുപാട് കണ്ടീഷൻസ് ഞാൻ പറയാം. അപ്പം ഈ ഒരു പല്ലിൽ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പറയാം. അതിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ മോണയിൽ വരുന്ന നീർക്കെട്ട് ആണ് പെരിയോഡോണ്ടൈറ്റിസ്. അപ്പൊ അതിനെ പറ്റി വിശദമായിട്ട് നമുക്ക് പോകെയുള്ള സ്ലൈഡുകളിൽ നോക്കാം. അപ്പം അതിൽ ഏറ്റവും വലിയൊരു ലക്ഷണം എന്ന് പറയുന്നതാണ് ബ്ലീഡിങ്, അതായത് മോണയിൽ നിന്നും രക്തം വരും. അപ്പൊ ഈ ഒരു രക്തത്തിൽ എന്തുണ്ട്? ബാക്ടീരിയാസ് ഉണ്ട്. ഇപ്പുറത്തെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ പറയുന്ന നമ്മുടെ പല്ലിന്റെ സംരക്ഷണം കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ, പല്ലിൽ എന്തെങ്കിലും കേടുപാടുണ്ട് എങ്കിൽ അത് ഭാവിയിൽ അല്ലെങ്കിൽ കാലക്രമേണ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാൻ കാരണമാണ്, സ്ട്രോക്കിന് കാരണമാണ്, പ്രമേഹം വരാൻ കാരണമാണ്, കരളല്ല, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനൊക്കെ കാരണമാണ്. അതേപോലെയോ പല്ല് പൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാണ്, ഒരു ദുർഗന്ധം, വായ്നാറ്റം എന്ന് പറയും അല്ലെ, ദുർഗന്ധം വരാനായിട്ടുള്ള കാരണമാണ്, മോണയ്ക്ക് അസുഖം വരാനായിട്ടുള്ള കാരണമാണ്. അപ്പം ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് പല്ലില് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള നാശം അല്ലെങ്കിൽ നശിച്ചു പോവുക, ബാക്ടീരിയാസ് ഒക്കെ വരിക. അപ്പം നിങ്ങൾ വിചാരിക്കും പല്ലില് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം വരുന്നത് എന്ന്. അതിനാണ് ഞാൻ പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ പറഞ്ഞത്. ഇപ്പം പല്ലിൽ ഇപ്പം കറ പിടിച്ചിട്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നു, കൃത്യമായിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അതിന്റെ ആ വിടവിലൊക്കെ അടിഞ്ഞുകൂടുകയും അവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു 500 മുതൽ 600 ബാക്ടീരിയാസ് നമ്മുടെ പല്ലിൽ ഒരു ശരാശരി നമ്മുടെ വായ്ക്കകത്ത് ഉണ്ട് എന്ന്. അപ്പൊ ഇതിൽ ചീത്ത ബാക്ടീരിയാസ് അവിടെ എന്ത് ചെയ്യും? വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു ബാക്ടീരിയാസ് അധികമാകുമ്പോഴത്തേക്കുമാണ് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ. അതായത് മോണയിലേക്കും കൂടി അത് ബാധിക്കും, മോണയിൽ നിന്നും രക്തം വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രക്തത്തിൽ ബാക്ടീരിയാസ് ഉണ്ട്. ഈ ഒരു ബാക്ടീരിയാസ് നേരിട്ട് രക്തത്തിലേക്ക് കടക്കുകയും ആ ഒരു രക്തത്തിലേക്ക് കടന്നതിന് ശേഷം അത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യാനായിട്ട്, അതായത് രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നിനെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബാക്ടീരിയാസ്. അപ്പം അത് നേരെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചെല്ലുകയാണ് എങ്കിൽ ഹൃദയത്തിൽ എന്ത് സൃഷ്ടിക്കുന്നു? ബ്ലോക്കുകൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും പിന്നീട് എന്തായി മാറും? അത് സ്ട്രോക്ക് ആയിട്ടൊക്കെ മാറും. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ സംരക്ഷണം കൃത്യമാക്കി വെച്ചില്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെ? ശ്വാസകോശ സംബന്ധ പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഡയബറ്റിക്സ് തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നത് എ വിൻഡോ ടു യുവർ ഓവറോൾ ഹെൽത്ത് ആണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ പല്ല് സംബന്ധമായിട്ട് ഉള്ളത് എന്ന് നോക്കാം. അപ്പം ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പറയണ്ടേ, ഞാൻ ആയുർവേദത്തിൽ ഈ പല്ലിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പല്ലിലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പം വായ്ക്ക് വരുന്ന അസുഖങ്ങൾ 2 ആചാര്യന്മാര് 2 തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ആചാര്യനാണെങ്കിൽ 65 അസുഖങ്ങളാണ് വായ സംബന്ധമായിട്ട് വരുന്നത്, മറ്റൊരാളാണെങ്കിൽ 75 അസുഖങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പം ഈ ഒരു 65 അസുഖം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അതിശയിച്ചു പോകുന്നുണ്ടാവും അല്ലെ, 65 അസുഖങ്ങൾ വായു സംബന്ധമായിട്ട് വരുമോ എന്ന്. തീർച്ചയായും. അപ്പം അതിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചുണ്ടില് വരുന്ന അസുഖം, പല്ലില് വരുന്ന അസുഖം, മോണയില് വരുന്ന അസുഖം, നാക്കില് വരുന്ന അസുഖം, തൊണ്ടയിൽ വരുന്ന അസുഖം, പിന്നെ പാലറ്റ്, താലൂഗത രോഗം എന്ന് പറയും, പാലറ്റിൽ വരുന്ന അസുഖങ്ങൾ. ഇങ്ങനെ ഓരോന്നിലും ഇത്ര രോഗങ്ങൾ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ടും 65 അല്ലെങ്കിൽ 75 രോഗങ്ങളാണ് ഉള്ളത്. ഇനി പല്ലിനെ സംബന്ധിച്ചെടുത്ത രോഗങ്ങളാണെങ്കിൽ ശീതദന്തം, അതിദന്തം, സൗഷിര്യം എന്നൊക്കെ പറഞ്ഞ പല പല കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 8 രോഗങ്ങൾ ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാളാണെങ്കിൽ 10 രോഗങ്ങളെ പറ്റിയിട്ടാണ് പല്ലിനെ ബാധിച്ചിട്ടുള്ള രോഗങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിൽ. അപ്പൊ വളരെയധികം നമുക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളൊക്കെയും നമ്മൾക്ക് പല്ലിൽ കാണാനായിട്ട് സാധിക്കും. പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യത്തെയാണ് പ്ലേഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്ലേഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ചിത്രം അല്ലെ. പല്ലില് ഇങ്ങനെ എന്താണ് ഈ അവശിഷ്ടങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് 60 മിനിറ്റിനുള്ളിൽ നമ്മൾ വായ് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ, ഒന്നെങ്കിൽ ബ്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ലപോലെ കുലുക്ക് ഒഴിഞ്ഞ് വായ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? 60 മിനിറ്റുകൾക്ക് ശേഷം, അതായത് 1 മണിക്കൂറിന് ശേഷം അവിടെ ബാക്ടീരിയാസ് വന്ന് നിറയാനായിട്ട് തുടങ്ങും. ഈ ബാക്ടീരിയാസ് എന്തിലേക്ക് നയിക്കും? കാലക്രമേണ പല്ലിന്റെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ അറിയാം അല്ലെ, ഇത്തരത്തിൽ ഒരുപാട് പേരുണ്ട് അല്ലെ, ഇങ്ങനെ പല്ലിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ ബാക്ടീരിയാസ് വന്നിട്ട് നിറയുന്നത്. ഇതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി പ്രോഗ്രസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ടാർട്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കുറച്ചുകൂടി കട്ടിയിലായി ഈ പറഞ്ഞിരിക്കുന്ന, ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാട പോലെ വന്ന് കിടന്നു, അത് കുറച്ചുകൂടി കട്ടിയാവുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ ടാർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ബ്രഷ് ചെയ്താലൊന്നും പോവില്ല. എന്ത് ചെയ്യണം? ഡെന്റിസ്റ്റിനെ കണ്ട് അവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് കളയുന്നത്. ഇനി അടുത്തത്, അവിടെ കൊണ്ടും നമ്മൾ പല്ലിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തതിലേക്ക് നയിക്കും. അതാണ് കാവിറ്റീസ് എന്ന് പറയുന്നത്. പല്ലില് എന്ത് സംഭവിക്കും? ദ്വാരം വരും അല്ലെ. ദീർഘകാലങ്ങളായിട്ട് അവിടെ ബാക്ടീരിയാസ് വന്നു. പിന്നെയും നമ്മൾ ഷുഗർ ആയിട്ട് കഴിക്കുക. പല്ലിന് ഏറ്റവും മോശമായിട്ടുള്ളതാണ് ഷുഗർ ഒക്കെ. അപ്പൊ ഒരുപാട് ഷുഗർ, കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പിന്നെയും കഴിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ ബാക്ടീരിയാസ് നമ്മുടെ ഇനാമലിനെ നശിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഇനാമൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ ഹാർഡസ്റ്റ് മെറ്റീരിയൽ, ഏറ്റവും കട്ടി കൂടിയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാത്തിനും ഒരു ക്ഷമയുണ്ട് അല്ലെ, ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടു കഴിഞ്ഞാൽ ശരീരത്തിന് സംരക്ഷിക്കാൻ, തന്റെ ഓരോ ഭാഗങ്ങളെയും സംരക്ഷിക്കാനായിട്ട് ശരീരത്തിന് കഴിയില്ല. അപ്പൊ പരിധി വരെ വെയിറ്റ് ചെയ്തു, എന്നിട്ടും ഒന്നും നിങ്ങൾ ഒരു സംരക്ഷണവും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഇത്തരത്തിൽ ആ ഇനാമല് പോയിട്ട് അവിടെ ഹോള്, ദ്വാരങ്ങളായിട്ട് വരുന്നത്. അവിടെ പിന്നെയും ബാക്ടീരിയാസ് വന്ന് നിറയും. ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പിന്നെയും വന്ന് അടിഞ്ഞുകൂടും. അവിടെ പിന്നെയും ബാക്ടീരിയാസ് അനുദിനം വളർന്നുകൊണ്ടേയിരിക്കും. മറ്റൊരു പ്രശ്നമാണ് മോണയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നം, മോണയിൽ നിന്നും ഉണ്ടാകുന്ന ബ്ലീഡിങ്. അപ്പൊ ഇതിന്റെ കാരണവും എന്ത് തന്നെയാണ്? ബാക്ടീരിയാസ് തന്നെ ആണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ബ്രെത്ത് അല്ലെ, വായ്നാറ്റം എന്ന് പറയുന്നത്. അതിന്റെയും കാരണം വായിലുള്ള ബാക്ടീരിയാസ് ആണ്. സെൻസിറ്റിവിറ്റി, അതാണ് സെൻസിറ്റിവിറ്റി. ഞാൻ പറഞ്ഞു വിശദമായിട്ട് പറയാം എന്നല്ലേ. അതിന്റെ കാരണമായിട്ടുള്ളതാണ് ഡെൻഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഭാഗം മഞ്ഞ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് ഡെൻഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതില് വളരെ ഹോളോ ആയിട്ട് നേരിയതായിട്ടുള്ള ഒരു ട്യൂബ്സ് ഇങ്ങനെ ചേർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ട്യൂബ് എന്താണ് ചെയ്യുന്നത്? ഈ ഇനാമൽ പുറമേയുള്ള ഈ ഒരു ഭാഗവും അകത്തേക്കുള്ള, അതായത് പൾപ്പിനെയും കൂടി കണക്ട് ചെയ്യുന്നതാണ്. പുറമേയും അകമയും കണക്ട് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഏറ്റവും അകത്ത്, അതായത് പൾപ്പിലാണ് നമ്മുടെ നെർവ്സും അതേപോലെ ബ്ലഡ് വെസൽസും ഒക്കെ ഉള്ളത്. ഇനാമൽ ഇങ്ങനെ കാലക്രമേണ ഇനാമൽ ഇങ്ങനെ നശിച്ച് പോവുകയാണ് എങ്കിൽ അടുത്ത ഭാഗം എക്സ്പോസ്ഡ് ആവും. അടുത്തതാണ് എന്ത്?
ഡെൻഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇനാമൽ അഴുകി പോകുമ്പോഴത്തേക്കും അടുത്ത ഭാഗം കാണില്ലേ. അപ്പം അവിടെയാണ് ഡെൻഡൈന് നാശം സംഭവിക്കുമ്പോൾ ബ്ലഡ് വെസൽസിനെയും നെർവ്സിനെയും ഒക്കെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ആ ഡെൻഡൈനിന്റെ ആ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് അതിന് നഷ്ടമായി. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ വരുന്നത്. എന്താണ് സെൻസിറ്റിവിറ്റിയിൽ കാണുന്ന ലക്ഷണങ്ങൾ? ആൾക്കാർക്ക് ചിലവർക്കാണെങ്കിൽ തണുത്തത് അല്ലെ ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, ചിലവർക്കാണെങ്കിൽ ചൂടുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. അതാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടീത്ത്. അവർക്ക് ഇതൊന്നും അസഹ്യമാണ് അല്ലെ, സഹിക്കാൻ പറ്റുന്നില്ല, വേദന ഉണ്ടാവും. ചിലവർക്കാണെങ്കിൽ ഒരു പല്ലില് മാത്രമായിരിക്കും. അപ്പൊ വെള്ളമൊക്കെ കുടിക്കുമ്പോ ഈ ഭാഗത്തെ പല്ലില് തട്ടാതെ ഇങ്ങനെ കുടിക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ ഡെൻഡൈനിലേക്ക് എത്തുമ്പോഴാണ്. പുറമേയുള്ള ഇനാമലൊക്കെ നശിച്ച് ഡെൻഡൈനിലേക്ക് എത്തുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഒരുപാട് പേരാണ് ചെറിയ പ്രായത്തിലെ തന്നെ ഈ സെൻസിറ്റീവ് ടീത്തുമായിട്ട് വരാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ടതാണ് അത്രയധികം പല്ല് മോശമായി. എന്തുകൊണ്ടാണ് മോശമായിട്ടുള്ളത്? ഒരുപാട് തരത്തിലുള്ള കൂടുതലായിട്ടും ആൽക്കഹോൾ അല്ലെ മദ്യപാനികളിലാണ് കണ്ടിട്ടുള്ളത്. ഒരുപാട് ആൽക്കഹോൾ അഡിക്ഷൻ ഉള്ളവർക്ക്, സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക്, അതേപോലെ ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ളത് മധുര പലഹാരങ്ങൾ ഒരുപാട് കഴിക്കുന്നവരിലുമൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അടുത്തതാണ് വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ സ്റ്റെയിൻ ആകുന്നത്, പല്ലിന്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ ഒരു നിറം മാറിയിട്ട് പല്ലില് മഞ്ഞ കളറൊക്കെ ആകുന്നത്. അത് കൂടുതലായിട്ടും സ്മോക്കേഴ്സിന്റെ പല്ല് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ 4 പല്ല് അല്ലെ വളരെ കളർ വ്യത്യാസമായിട്ടാണ് കണ്ടുവരുന്നത്. ഇനിയുള്ളതാണ് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പെരിയോഡോണ്ടൈറ്റിസ്. അപ്പം എന്തിന്റെ കൂടെയും ഐറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, എന്തിന്റെ കൂടെയും ഐറ്റിസ് എന്ന് ചേർക്കുമ്പോഴത്തേക്കും എന്താണ് അത് കാണിക്കുന്നത്? അത് ഇൻഫ്ലമേഷനെയാണ് കാണിക്കുന്നത്. എന്തോ തരത്തിലുള്ള ഒരു നീർക്കെട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം എന്താണ് ഈ പെരിയോഡോണ്ടൈറ്റിസ്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗംസിൽ നിന്നും ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ്. നമ്മുടെ മോണയിൽ നിന്നും രക്തം ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. അത് എന്താണ്? ബാക്ടീരിയാസ് കാരണമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? മോണ ഈ ചിത്രത്തിൽ ഞാൻ കാണിച്ചതുപോലെ നല്ല റെഡ് കളറിൽ ഉണ്ടാകും, നീർക്കെട്ട് വന്നിരിക്കും, തൊടുമ്പം തന്നെ അസഹ്യമായിട്ടുള്ള ഒരു വേദനയാകും. അതോടൊപ്പം തന്നെ ബാഡ് ആയിട്ടുള്ള ദൗർഗന്ധ്യപൂർണമുള്ള ഒരു ദുർഗന്ധം നിറഞ്ഞിട്ടുള്ള ഒരു ബ്രത്ത് ആയിരിക്കും വായിൽ നിന്നും വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ളതാണ് ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീത്ത്. അതായത് പല്ല് കൃത്യമായിട്ട് ഇതാണ് മോണ നമ്മളുടെ ഗമ്മിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജിൽ കണ്ടാൽ അറിയാം റിസീഡിങ് ഗംസ്, അതായത് ഈ മോണ ഇങ്ങനെ ഇളകി വരികയാണ്. ഇത് നോക്കൂ, ഇളകി വന്നു ഇല്ലേ? അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ ഒരു മോണയിൽ നിന്നും എന്ത് ഇളകി വന്നു? പല്ല് ഇളകി വന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ആടുന്ന പല്ലായിരിക്കും. വേഗത്തിൽ പല്ല് ആ ഒരു സോക്കറ്റിൽ നിന്നും പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്? നമുക്ക് എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കുക? 2 വഴികളാണ് ഉള്ളത്. ഒന്ന് ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുക, 2 മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറിന്റെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവുക, പല്ലിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പം ഒരു കെമിക്കൽസ് ഉപയോഗിക്കാം അല്ലെ. കെമിക്കൽസ് എന്ന് പറയുമ്പം എന്താണ് നമ്മൾ ഒരു കെമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ ഗുണങ്ങളാണ് ഒരു കെമിക്കൽ ചെയ്യേണ്ടതായിട്ടുള്ളത്? ഈ കറ അല്ലെ പല്ലിലൊക്കെ കാണുന്നതായിട്ടുള്ള പ്ലേഗ്, അതായത് കറകളൊക്കെ നീക്കണം, മോണയ്ക്ക് ഒരു സംരക്ഷണം നൽകണം, ഇനിയും തുടർന്നുണ്ടാകുന്ന ബാക്ടീരിയാസ് ഒന്നും വരാതെയുള്ള ഒരു സംരക്ഷണം ഉണ്ടാകണം. അതേപോലെ റെസിസ്റ്റന്റ് ബാക്ടീരിയാസിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം. എന്താണ് റെസിസ്റ്റന്റ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പം ഒരു അസുഖം വന്നു, ഒരു അസുഖത്തിന് നമ്മൾ ഒരു മരുന്ന് കഴിച്ചു. അപ്പൊ പനി വന്നു, പനിക്ക് നമ്മൾ മരുന്ന് കഴിച്ചു, പിന്നെയും പനി വന്നു, മരുന്ന് കഴിച്ചു. അപ്പം ചില ബാക്ടീരിയാസ്, ഈ മരുന്നുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബാക്ടീരിയാസിന്റെ പുറമേയുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു പാടയുണ്ട്, അതിനെ നശിപ്പിച്ച് അതുവഴിയാണ് ബാക്ടീരിയാസ് മരിക്കുന്നത്. അപ്പം ഈ പറയുന്ന ആന്റിബയോട്ടിക്സ് നമ്മൾ കഴിക്കുന്ന മരുന്നില് ചില ബാക്ടീരിയാസിന് എന്ത് സംഭവിക്കും? റെസിസ്റ്റന്റ് ആവും. അതായത് ആ മരുന്നിന് എതിരെ പ്രവർത്തിക്കാൻ, ആ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് അതിനൊന്നും നാശം സംഭവിക്കില്ല. അങ്ങനെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഡോസ് കൂടുതലായിട്ടുള്ള മെഡിസിൻസ് ആണ് അകത്തേക്ക്, ആന്റിബയോട്ടിക്സ് ആണ് കഴിക്കേണ്ടത്. അങ്ങനെ ഡോസ് കൂടുതലായിട്ട് കഴിക്കുമ്പം അതിനോടനുബന്ധിച്ച് പലതരത്തിലുള്ള പാർശ്വഫലങ്ങളൊക്കെയും കണ്ടുവരുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ശരി, ഇനി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയ
ബാക്ടീരിയാസ്, അതിനെ നശിപ്പിക്കാനായിട്ട് വേറെ ഇത്. അപ്പം അതിൽ തന്നെ ചില ബാക്ടീരിയാസ് ഇത്രയും ഉഗ്രവീര്യമുള്ള ഈ ഒരു ആന്റിബയോട്ടിക്സിന് എതിരെയും പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി നേടിയിട്ടുണ്ടാവും. ഇനി അത്തരത്തിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള അതിൽ നിന്നുമുള്ള ഒരു മോചനത്തിന് വേണ്ടിയിട്ട് വേറൊരു ആന്റിബയോട്ടിക്സ് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ? ഇല്ല. അപ്പം നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഒരു കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ ഈ റെസിസ്റ്റന്റ് ബാക്ടീരിയാസിന്റെ നിർമ്മാണത്തിനൊരു തടയിടണം, അല്ലെ? അതിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം വേണം. പിന്നെയോ നല്ല അല്ലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓറൽ ടിഷ്യൂസിനൊക്കെയും, അതായത് മോണയ്ക്കും ഒക്കെയും നല്ല ഒരു സംരക്ഷണമാണ് നൽകേണ്ടത്. അതേപോലെ പല്ലിന് ഒരിക്കലും സ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റരുത്. അതായത് എന്തെങ്കിലും ഒരു കെമിക്കൽ ഉപയോഗിച്ചതിന് ശേഷം ആ പല്ലിങ്ങനെ എന്താണ് ബ്ലാക്ക് കളറിലോ ബ്രൗൺ കളറിലോ ഒന്നും തന്നെ ആകാനായിട്ട് പാടില്ല. നല്ല പോലെ ടേസ്റ്റ് ഒക്കെ അറിയണം. അതിന് അത്ര കണ്ട് ചെലവുണ്ടാവാനായിട്ട് പാടില്ല. വളരെ നല്ല രീതിയിലാണ് നമ്മൾക്ക് ഉപയോഗിക്കാനും എളുപ്പമുള്ള ഒന്നാണ് ഒരു കെമിക്കൽ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു കെമിക്കലാണ് നമ്മുടെ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഫ്രഷോ ഗാർഡിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ട്രൈക്ലോസൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ ട്രൈക്ലോസൻ എന്ന് പറഞ്ഞത്? ഞാനിപ്പം ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ തന്നെയും ട്രൈക്ലോസന് ഉണ്ട്. അതൊരു ആന്റി മൈക്രോബിയൽ ഏജന്റ് ആണ്. അതിന് നമ്മുടെ ബാക്ടീരിയാസിനെ നശിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ട്. പല്ലിലുള്ള കറയെ നീക്കം ചെയ്യാനായിട്ടുള്ള കഴിവുകളും ഒക്കെയാണ് ഇതിന് ഉള്ളത്. ഇനി നമുക്ക് നോക്കാം, ടൂത്ത് പേസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ വളരെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വാല്യൂ ആണ് RDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ് RDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? റേഡിയോ ആക്റ്റീവ് ഡെന്റിൻ അബ്രേഷൻ എന്നാണ്. എന്താണ് ഈ റേഡിയോ ആക്റ്റീവ് ഡെന്റിൻ അബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് അതൊരു അളവുകോലാണ്, ഒരു മെഷറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂള് ആണ്. ഞാൻ നേരത്തെ ഫിറ്റ്സ്പാട്രിക് സ്കെയിലിനെ പറ്റി കഴിഞ്ഞ ട്രെയിനിങ്ങിൽ പറഞ്ഞിരുന്നു. മെലാനിന്റെ അളവിനെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നായിരുന്നു അത്. അപ്പം ഈ RDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടൂളാണ്. അതായത് നമ്മുടെ ഒരു ടൂത്ത് പേസ്റ്റ് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്നത് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്, ഒരു മെഷർമെന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന RDA എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് എന്താണ് അളക്കുന്നത്? അബ്രേസീവ് എലമെന്റ്സ് എന്ന് പറയും. അതായത് എല്ലാ ടൂത്ത് പേസ്റ്റിലും അബ്രേസീവ് എലമെന്റ്സ് ഉണ്ട്. അതായത് അതാണ് അതിന്റെ പ്രധാന കർമ്മം വഹിക്കുന്നത്. എന്താണ് പ്രധാന കർമ്മം? ഈ പല്ലിൽ ഉണ്ടാകുന്ന കറ അല്ലെ, കറ പോവുക, ബാക്ടീരിയാസിനെ പ്രിവെന്റ് ചെയ്യുക, ഇതൊക്കെയാണ്. അപ്പം ഈ പറയുന്ന അബ്രേസീവ് എലമെന്റ്സിന്റെ കണക്ക്, അതിന്റെ അളവിനെ നിശ്ചയിച്ചിട്ടാണ് ഈ ഒരു സ്കെയില് പോകുന്നത്. ഇപ്പൊ നോക്കിയാൽ അറിയാം, ഏറ്റവും മീഡിയം എന്ന് പറയുന്നത് 70 to 100 നിൽക്കുന്നതാണ് മീഡിയം അബ്രേസീവ്. ലോ അബ്രേസീവ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളതാണ് 0 മുതൽ 70 വരെയുള്ള RDA. 100 മുതൽ 150, 100-ലധികം ആയിട്ടുള്ളത്, ഓക്കെ, 200 മുതൽ 150 വരെ എന്ന് പറയാം. അത് ഹൈലി അബ്രേസീവ് ആണ്. അതുപോലെ 250 ഒക്കെ ആണെങ്കിൽ ഹാംഫുൾ എഫക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അബ്രേസീവ് ആയിട്ടുള്ള ഒരു എലമെന്റ്സ് ആണ് അതിൽ ചേർക്കുന്നത്. സിലിക്ക, കാൽഷ്യം പോലെയുള്ളതൊക്കെയാണ് ചേർക്കുന്നത്. അപ്പം ഇതിന്റെയൊക്കെ അളവ് ഒരുപാടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പല്ലിന് ദോഷം കൂടിയിട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റീവ് ഇതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അത് പറയുന്നത് FDA പറയുന്നതാണ്, ഒരിക്കലും 250 മുകളിലുള്ളത് ഒരു കാരണവശാലും ഉപയോഗിക്കാനായിട്ട് പാടില്ല. RDA, ഒരു ടൂത്ത് പേസ്റ്റിന്റെ RDA 250 മുകളിലാണ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. 250 വരെ കുഴപ്പമില്ല, അതിനേക്കാളും എബോവ് ആയിട്ടുള്ളതാണ് ഉപയോഗിക്കാനായിട്ട് പാടില്ലാത്തത്. അപ്പം നമ്മുടെ ഈ രണ്ട് ടൂത്ത് പേസ്റ്റിന്റെയും RDA വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 80 മുതൽ 100-ലാണ് നമ്മുടെ RDA വാല്യൂ എന്ന് പറയുന്നത്. ഫ്രഷോ ഗാർഡിന്റെയും അതേപോലെ തന്നെ നമ്മുടെ റെഡ് ടൂത്ത് പേസ്റ്റിന്റെയും. ഇനി നമുക്കൊന്ന് നോക്കാം ഈ ഒരു ഇനാമൽ ഡീകേ നടക്കുന്നത് എപ്രകാരമാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞതാണ്, പക്ഷെ ഒന്നുകൂടി നമ്മൾക്ക് ഈ പിക്ചറിൽ നോക്കിയിട്ട് നമ്മൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഇവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടി ബാക്ടീരിയാസ് വന്ന് പ്രവർത്തിച്ച് ചെറിയൊരു കറയാണ് ഇവിടെ പിടിച്ചിട്ടുള്ളത് അല്ലെ, ഇനാമലില്. ഇനിയോ ഇത് കുറച്ചുകൂടി അധികമാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി വികസിച്ചു. മൂന്നാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും രണ്ടാമത്തെ ലെയർ ആയിരുന്നു ഞാൻ പറഞ്ഞു ഡെൻഡൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടത്തേക്ക് എത്തി. ഇവിടത്തേക്ക് എത്തുമ്പോഴത്തേക്കും എന്താണ് നിങ്ങൾക്ക് വരിക?
ഭയങ്കര അസഹ്യമായിട്ടുള്ള ഒരു വേദനയാകും, സെൻസിറ്റീവ് ടീത്ത് ആകും. മൂന്നാമത്തതിലേക്ക് എത്തുമ്പോഴത്തേക്കുമാണ് പൾപ്പ് മൂന്നാമത്തെ കവറിങ്ങിലേക്ക് എത്തി. അപ്പോഴത്തേക്കും സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയാകും ഉണ്ടാവുക, പഴുപ്പും ഒക്കെയാണ് പല്ലിൽ നിന്നും വരുന്നത്. അങ്ങനെ 4 സ്റ്റേജസ് ആയിട്ട് നമ്മൾക്ക് ഈ പല്ലിന് വരുന്ന നാശം സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു പിക്ചറിൽ നിന്ന് ഏത് പല്ലാണ് കുറച്ചുകൂടി വളരെ നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്നത്? ഏതാണ്? ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ? ആദ്യത്തേതാണ് അല്ലെ? തീർച്ചയായും ഉത്തമ പരിഹാരമാണ് 7 പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് ആ 7 പ്രശ്നങ്ങൾ. ഒന്നാമത്തേതാണ് ഡെന്റൽ ക്യാരീസ് എന്ന് പറയുന്നത്. അതായത് പല്ലിൽ ഇങ്ങനെ ഹോള് വരിക. അത് ഏറ്റവും എന്റെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കുമാണ്. ഞാൻ പറഞ്ഞു ആദ്യം ഇനാമൽ മോശമായി, ഇനാമൽ കേടായി, ഡെൻഡൈനിലേക്ക് എത്തി, അപ്പോഴത്തേക്കും പല്ലില് ദ്വാരം അല്ലെ പുഴുത്ത് പോകുന്നത്. അതാണ് ഡെന്റൽ ക്യാരീസ് എന്ന് പറഞ്ഞത്. അതിൽ നിന്നുമുള്ള ഒരു സംരക്ഷണമാണ് പ്ലീഗ്. പല്ലിലൊന്നും കറ പിടിക്കാതെ പല്ലിനെ സംരക്ഷിക്കുന്നു. മൂന്നാമത്തേതാണ് ആ കറ പിടിച്ച പല്ല് കുറച്ചുകൂടി ഹാർഡ് ആകുമ്പോഴാണ് ടാർട്ടാർ എന്ന് പറയുന്നത്. അതിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം. പിന്നെയാണെങ്കിലോ ജിഞ്ചിവൈറ്റിസ്, അതായത് മോണയിൽ ഉണ്ടാകുന്ന ആ ഒരു നീർക്കെട്ട്. ജിഞ്ചിവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പല്ല് മോണയിലേക്ക് ചേരുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ജിഞ്ചിവ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് വരുന്ന നീർക്കെട്ട് അത് വരാതെ സംരക്ഷിക്കുന്നു. സെൻസിറ്റിവിറ്റി വരാതെ സംരക്ഷിക്കുന്നു. ഇനാമലില് ഇങ്ങനെ നശിച്ചു പോകാതെ കാത്ത് സംരക്ഷിക്കുന്നു. 7ാമത്തേതാണ് ഹാലിറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദുർഗന്ധമായിട്ടുള്ള ഒരു സ്മെല്ല് അല്ലെ? ആൾക്കാർ സംസാരിക്കുമ്പോൾ വായിൽ നിന്നും ദുർഗന്ധപൂർണമായിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നതിൽ നിന്നുമുള്ള ഒരു പ്രിവെൻഷൻ ആണ് തരുന്നത്. അപ്പം ഇതൊന്നും വരാതെയാണ് സംരക്ഷിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ വന്ന ഒരാളോട് പോയിട്ട് റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് തേക്കൂ ഇതെല്ലാം മാറും എന്നല്ല പറയേണ്ടത്. ഇത് വരാതെ സംരക്ഷിക്കാനായിട്ടാണ് നമ്മുടെ റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് സഹായിക്കുന്നത്. ഇതില് നാച്ചുറൽ ആയിട്ടുള്ള ട്രൈ മിനറൽസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ട്രൈ മിനറൽസ് എന്ന് പറയുമ്പോൾ? ഗൈരികം, കാൽഷ്യം, ഫ്ലൂറൈഡ്. ഈ 3 മിനറൽസ് ആണ് നമ്മുടെ റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റിലുള്ളത്. പ്ലസ് 9 ഔഷധങ്ങളുടെ ഒരു സംയോജനമാണ്. അതോടൊപ്പം തന്നെ പല്ലിന് ആവശ്യമായിട്ടുള്ളത്, പല്ലിന്റെ സംരക്ഷണത്തിന് സഹായിക്കുന്നതായിട്ടുള്ള ഓയിലുകളും കൂടിയിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെ എന്തിനു സഹായിക്കുന്നുണ്ട്? റീമിനറലൈസേഷന് സഹായിക്കുന്നു. എന്താണ് റീമിനറലൈസേഷൻ എന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ഗമ്മ് നമ്മുടെ മോണയുടെ സംരക്ഷണത്തിന് സഹായിക്കുന്നു. ക്യാവിറ്റീസ് കണ്ടോ ഈ ഒരു ചിത്രത്തില് അല്ലെ? പുഴുപ്പല്ല് എന്ന് പറയുന്ന ഇത് വരാതെ സംരക്ഷിക്കുന്നു. ബാക്ടീരിയാസ് അടിഞ്ഞുകൂടാതെ സംരക്ഷിക്കുന്നു. ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി തരുന്നു. നീർക്കെട്ട് വരാതെ സംരക്ഷിക്കുന്നു. എന്താണ് റീമിനറലൈസേഷൻ എന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഡീമിനറലൈസേഷൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഡീമിനറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പല്ലിലുള്ള ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശിച്ചു പോയി എന്നാണ് അർത്ഥമാക്കുന്നത്. പല്ലിന് വേണ്ട മിനറൽസ്, കാൽഷ്യം ഞാൻ പറഞ്ഞു അല്ലെ? കാൽഷ്യം ഒക്കെ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ കാൽഷ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഈ പറയുന്ന മിനറൽസ് ഒക്കെ കാലക്രമേണ പല്ലിൽ നിന്നും നശിച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഡീമിനറലൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് റീമിനറലൈസേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? പല്ലിന് ഒരു സംരക്ഷണമാണ് അത് നൽകുന്നത്. അതിനായിട്ട് സഹായിക്കുന്നത് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു മിനറൽ ആണ് ഫ്ലൂറൈഡ് എന്ന് പറയുന്നത്. ഫ്ലൂറൈഡ് എന്താണ് ചെയ്യുന്നത്? പല്ലിൽ ഒരു കോട്ടിംഗ് പോലെ നിൽക്കുന്നു. ഈ പല്ലിൽ ഇങ്ങനെ ഒരു കോട്ടിംഗ് ആക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? ബാക്ടീരിയാസിനൊന്നും അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്നും അതിനെ നശിപ്പിക്കുന്നതിൽ നിന്നുമുള്ള ഒരു പ്രിവെൻഷൻ, അതോടൊപ്പം തന്നെ മിനറൽസിനെയൊക്കെ റീസ്റ്റോർ ചെയ്യാനും കൂടി കഴിവുള്ളതാണ് നമ്മുടെ ഫ്ലൂറൈഡ്സിന് ഉള്ളത്. ഈ ഫ്ലൂറൈഡ്സ് നമ്മുടെ റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു 9 ഔഷധക്കൂട്ടുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഇരട്ടിമധുരം, ബബൂല്, ചുക്ക്, ടോമാർസീഡ്, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പു, ക്യാംഫർ, പുതിനയില, ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇതിന്റെ ഒക്കെയും അപ്പം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പല്ല് തേക്കുമ്പോൾ എന്ത് വെച്ചിട്ട് തേക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കടുതിക്ത കഷായകം വെച്ചിട്ടാണ്, അതായത് എരിവ് ചവർപ്പ് ഉള്ള വസ്തുക്കളെ വെച്ചിട്ടാണ്. ട്വിഗ് അതായത്
കഷ്ണം മരക്കഷ്ണം വെച്ചിട്ട് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എരിവുള്ളത് വെച്ച് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എരിവുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയാസ് എപ്പോഴും വളരുന്നത് എപ്പോഴാണ്? മധുരത്തിലാണ്. ആ ഒരു മധുരമുള്ള ആ ഒരു കാലാവസ്ഥയിലാണ് അത് കൂടുതലായിട്ടും അത് വളരുന്നത്. അതിനെതിരെയായിട്ടുള്ളതാണ് കടു, എരിവ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിൽ ചുക്ക്, തിപ്പലി, കുരുമുളക് ഒക്കെയും ചേർത്തിട്ടുള്ളത്. ബബൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഓരോ പല്ലിന്റെയും മോണയുടെയും ഒക്കെ സംരക്ഷണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് ബബൂൽ. പുതിനയിലെ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളും ഒക്കെ ഉള്ളതാണ്. ഇരട്ടി മധുരവും അതേപോലെ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങൾ ഉള്ളതാണ്. അതേപോലെ കുറച്ചുകൂടി തൊണ്ടയ്ക്കൊക്കെ കുറച്ചുകൂടി സൂത്തനിങ് ആയിട്ടുള്ളത് ആണ്. തൊണ്ടയുടെ കർമ്മമൊക്കെ നല്ല വോയിസ് ഒക്കെ സ്വരീയമായിട്ടുള്ളതാണ്. നല്ല വോയിസ് ഒക്കെ വരുന്നതിന് സഹായിക്കുന്നതായിട്ടും കൂടി ഉള്ളതാണ്. ഇനി കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് നോക്കാനുള്ളതാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. അപ്പൊ പണ്ടേ അറിയാം അല്ലെ, ഗ്രാമ്പൂ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ്. പല്ല് വേദനയൊക്കെ വരുമ്പോഴത്തേക്കും ഗ്രാമ്പു ചവച്ചു പിടിക്കാനായിട്ട് പറയും. അപ്പൊ എന്താണ് ഈ ഗ്രാമ്പുവിന് ഒരു ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ആണ്. അതായത് ഒരു നമ്പനെസ്, ആ ഒരു ഭാഗത്തെ മരവിപ്പിക്കാനായിട്ട് കഴിവുള്ളതാണ് ഈ ഗ്രാമ്പൂവിന് ഉള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇനാമലിനെ സംരക്ഷിക്കാനും ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഡെന്റൽ പുഴുപ്പല്ല് ഒന്നും ഉണ്ടാവാതെ സംരക്ഷിക്കുന്നു. കറ പല്ലിൽ അടിഞ്ഞുകൂടാതെ സംരക്ഷിക്കുന്നു. അസഹ്യമായിട്ടുള്ള ദുർഗന്ധമുള്ള ഒരു വായ്നാറ്റം ഒന്നും വരാതെ സംരക്ഷിക്കുന്നതാണ്. അതേപോലെ പല്ലില് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബ്ലാക്കിഷ് ആയിട്ടുള്ളതോ ഒന്നും സ്റ്റെയിൻ ഒന്നും വരാതെ സംരക്ഷിക്കുന്നു. അപ്പം എന്താണ് ഈ ഒരു ഫോർമുലയെ പറ്റി നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് പറയാം ഹെർബോ സ്പൈസ് ഫോർമുലയാണ്. അതായത് എന്താണ് ഔഷധങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. സ്പൈസസ് ആണ്, കുരുമുളക്, തിപ്പലി ഒക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് എന്തിനും കൂടി സഹായിക്കുന്നു, ആ ഒരു ഫ്രഷ്നെസ്, നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ആണ്. ഇത് വെച്ചിട്ട് തേച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം, നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. എരിവാണ് അത്. ഇപ്പൊ ഒരുപാട് മണിക്കൂറുകളിലേക്ക് ഈ ഒരു ഫ്രഷ്നെസ് നമ്മുടെ പല്ലുകളിൽ, നമ്മുടെ വായിക്കകത്ത് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം ഒരു ഓർഗാനോലെപ്റ്റിക് എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നത്. എന്താണ് ഓർഗാനോലെപ്റ്റിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സെൻസസും പഞ്ച ഇന്ദ്രിയങ്ങൾക്കും ഉള്ള ഒരു ബൂസ്റ്റപ്പ് ആണ് അത് തരുന്നത്. അതായത് ഈ ഒരു ബ്രഷിങ്, ഒരു ടൂത്ത് പേസ്റ്റ് വെച്ച് ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും എന്തും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നല്ല ഒരു മണം അറിയാനായിട്ട് സഹായിക്കുന്നു, നല്ല പോലെ ടേസ്റ്റ് അറിയാനായിട്ടൊക്കെ സഹായിക്കുന്നു. അങ്ങനെ പഞ്ച ഇന്ദ്രിയങ്ങൾക്കുമുള്ള ഒരു എഫക്റ്റ് ആണ് ഈ പറയുന്ന നമ്മുടെ റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതില് എന്താണ് യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിച്ച് ബ്ലെൻഡ് ഓഫ് ഹ്യൂമക്ടന്റ് ആണ്. അപ്പം എന്താണ് ഹ്യൂമക്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഈർപ്പത്തെ ഒക്കെ വായിൽ തന്നെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ ഓറൽ മ്യൂക്കോസ ഉണ്ട്, അതിനെ കൃത്യമാക്കി അതിന്റെ സംരക്ഷണത്തിന് സഹായിക്കുന്നു. കൃത്യമായിട്ട് ഉമിനീരുണ്ടാകാനായിട്ട് സഹായിക്കുന്നു. അതാണ് ഹ്യൂമക്ടൻസ് ഈ ഒരു അവസ്ഥയിൽ, ഈ നമ്മുടെ ഈ ഒരു റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റിൽ അത് ഉപയോഗിച്ചത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല സംരക്ഷണം, നല്ല ഒരു ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു വായ, പല്ല്, മോണ ഒക്കെയാണ് നമ്മൾക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം എന്താണ് ഇതിൽ നിന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്? ട്രൈ മിനറൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 7 പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. പുഴുപ്പല്ല് ഉണ്ടാകുന്നില്ല, പല്ലിൽ കറ പിടിക്കുന്നില്ല, കറ കുറച്ചുകൂടി കട്ടിയായിട്ട് ടാർട്ടാർ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല, മോണയ്ക്ക് ഉണ്ടാകുന്ന നീർക്കെട്ട് ഉണ്ടാകുന്നില്ല, സെൻസിറ്റീവ് ടീത്ത് ഉണ്ടാകുന്നില്ല, ഇനാമൽ നശിച്ചു പോകുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു, അസഹ്യമായിട്ടുള്ള ഒരു ദുർഗന്ധം വരുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു. അപ്പം എല്ലാവരും ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 7 അവസ്ഥകൾ വന്ന ആൾക്കാരെ തേടി പിടിച്ചു പോയി ടൂത്ത് പേസ്റ്റ് കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഇതൊന്നും വരാതെ സംരക്ഷിച്ച് ടൂത്തിന്, നമ്മുടെ ഓരോരുത്തരുടെയും പല്ലിന്റെ പൂർണ്ണ സംരക്ഷണമാണ് നമ്മുടെ റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് നൽകുന്നത്. ഇതിന് എന്ത് ആണ് ബാക്കിയുള്ള മാർക്കറ്റിലുള്ള ടൂത്ത് പേസ്റ്റിനെ അപേക്ഷിച്ച് ഇതിൽ എന്ത് ഗുണമാണ് അധികമായിട്ടുള്ളത്? ഞാൻ പറഞ്ഞു ട്രൈ മിനറൽസ് ആണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിന്റെ ടൂത്ത് പേസ്റ്റിന്റെ നിറം എന്താണ്? റെഡ് കളർ ആണ്. റെഡ് കളർ എന്തുകൊണ്ടാണ് വന്നത്? ഇതിലൊരു മിനറൽ ചേർത്തിട്ടുണ്ട്, ഗൈരികം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മിനറൽ ആണ്. അത് ആണ് ഇതില് റെഡ് കളർ തരുന്നത്. അപ്പം ബാക്കിയുള്ള ഒരു ടൂത്ത് പേസ്റ്റിലും മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളതിലൊന്നും തന്നെ നിങ്ങൾക്ക് ഗൈരികത്തെ കാണാനായിട്ട് സാധിക്കില്ല. അതിലൊക്കെ തന്നെയും സിന്തറ്റിക് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്.
ഈ റെഡ് കളറിൽ തന്നെ വരുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ട് മാർക്കറ്റിൽ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ആണ്. അതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു കളറാണ് ചേർന്നിട്ടുള്ളത്. ആ ഒരു കളർ നമ്മുടെ പല്ലിന് കാലക്രമേണ ദോഷമാണ് വരുത്തുന്നത് ഗുണത്തെക്കാൾ ഏറെ. അപ്പൊ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഗൈരികത്തെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹെർബോ സ്പൈസ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 7 പ്രശ്നങ്ങൾ വരാതെ പല്ലിനെ സംരക്ഷിക്കാനും കൂടി സഹായിക്കുന്നതാണ് നമ്മുടെ